കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ ബംഗാൾ സർക്കാരിന്റെ നീക്കം നടക്കുന്നുണ്ട്. ആർജിക്കർ മെഡിക്കൽ കോളേജ് പരിസരത്ത് ഒരാഴ്ചത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആശുപത്രി ആക്രമിച്ച 2 തൃണമൂൽ പ്രവർത്തകർ അടക്കം 30 പേർ അറസ്റ്റിലായിട്ടുമുണ്ട്. എന്നാൽ സമരം തുടരുമെന്ന് തന്നെയാണ് പ്രതിഷേധക്കാർ നേരത്തെ റിപ്പോർട്ടറിനോട് സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്തത്. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന് തൃണമൂൽ MP സുഖേന്ദു ശേഖർ റായ്ക്കും BJP നേതാവിനും 2 ഡോക്ടർമാർക്കും പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ മുൻ പ്രിൻസിപ്പലിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ CBI വീണ്ടും ചോദ്യം ചെയ്യുകയുമാണ്. പ്രതിയുടെ നുണ പരിശോധന നടത്തുന്നുണ്ട് CBI എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങളും. അപർണ കാർത്തിക ന്യൂസ് ഡെസ്കിൽ നിന്ന്, ഒപ്പം കൊൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രി പരിസരത്തു നിന്നും ആദിൽ പാലോടും നൽകും വിവരങ്ങൾ. ആദ്യം അപർണയിലേക്ക്. അപർണ, അതിന്റെ കേസ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു CBI എന്നതാണ്. ഈ മുൻ പ്രിൻസിപ്പലിന്റെ മൊഴികളിൽ വലിയ വൈരുദ്ധ്യമുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ ഇന്നും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഈ പ്രതിയുടെ കസ്റ്റഡിയിലുള്ള പ്രതിയുടെ നുണ പരിശോധന അത് തുടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ നീക്കങ്ങൾ എങ്ങനെയാണ് CBIയുടെ? CBI സംഘം തുടർച്ചയായി 3-ാം ദിവസമാണ് ഈ പെൺകുട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ ആശുപത്രിയിലെ അന്നത്തെ ചുമതലയിലുണ്ടായിരുന്ന അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്യുന്നത്. ഇന്നലെ 6 മണിക്കൂറോളമായിരുന്നു ചോദ്യം ചെയ്യലുണ്ടായിരുന്നത്. അതിന് മുന്നത്തെ ദിവസം 8.5 മണിക്കൂറാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഇന്നും ആ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കൃത്യമായ ചില സൂചനകൾ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംബന്ധിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകൾ CBI സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഔദ്യോഗികമായ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ വന്നിട്ടില്ല. പക്ഷേ എന്തായാലും സന്ദീപ് ഘോഷിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്ന സാഹചര്യത്തിൽ ഈ കേസ് അന്വേഷണം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കാൻ, പ്രത്യേകിച്ച് ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കുന്ന കാര്യത്തിൽ CBI സംഘം പരാജയപ്പെട്ടിരുന്നു. അതിന്റെ പ്രധാന കാരണം ആശുപത്രിയിലെ സെമിനാർ ഹാൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ സംഘം അതിക്രമിച്ച് കയറി തെളിവുകൾ നശിപ്പിക്കുകയും CCTV ഉൾപ്പെടെയുള്ള തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന്റെ 90% പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അവിടെ സീൽ ചെയ്യുകയോ പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ മറ്റു തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കാൻ പോലീസിനോ 2-ാം ഘട്ടത്തിലെത്തിയിരിക്കുന്ന CBIക്കോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യൽ, മൊഴികളിലൂടെ തെളിവെടുക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് CBI എത്തിയത്. അതിൻ്റെ 2-ാം പടിയായിട്ടാണ് ആദ്യം അറസ്റ്റിലായ, അതായത് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരനായിരുന്ന സഞ്ജയ് റായ് മാത്രമാണ് നിലവിൽ ഈ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള ഏക പ്രതി എന്ന് പറയാവുന്നത്. സഞ്ജയ് റായെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ഒരാവശ്യം പെൺകുട്ടിയുടെ ബന്ധുക്കൾ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് കൊൽക്കത്ത ഹൈക്കോടതി അനുമതിയും നൽകിയിട്ടുണ്ട്. അത് CBI ശരിവെക്കുന്നുണ്ട്. CBI തന്നെ അദ്ദേഹത്തിനെ സൈക്കോ അനാലിസിസിന്, അല്ലെങ്കിൽ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുക. അതിന് നുണപരിശോധന സാധാരണ ക്രമത്തിലുള്ള നുണപരിശോധനയല്ല ഇത്. അദ്ദേഹത്തിനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രത്യേകതരം രീതിയാണ് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ചില അബ്രീവിയേഷൻസ് ഒക്കെ CBI സംഘത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കോടതിയുടെ അനുമതി ഉള്ളത് കൊണ്ട് തന്നെ ഉടൻ തന്നെ അതിന് CBI സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ, ദേശീയ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ നാളെ ഉച്ചയോടുകൂടി അദ്ദേഹത്തിനെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും ഈ കേസിൽ മറ്റുള്ള ആളുകളെ, കാരണം നേരത്തെ തന്നെ 4 പേർക്ക് കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി. അവർ ഇന്നലെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു 2 പേരെ. ബാക്കിയുള്ള 3 പേരെ കൂടി ഇനി ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാത്രമേ കേസ് അന്വേഷണം ഏത് ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തമായ ഒരു വിശദീകരണം നൽകാൻ നമുക്ക് കഴിയുകയുള്ളൂ. വിനിത, ശരി അപർണ. ഏതായാലും ഞാൻ ആദിൽ പാലോടിലേക്ക് കൂടി പോവുകയാണ്. അതിലുണ്ട് ആർജിക്കർ ആശുപത്രി പരിസരത്ത് നിന്ന്. അതിൽ അവിടെ ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് 2 ആഴ്ചത്തേക്ക് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ സമരം തുടരുമെന്ന നിലപാടിൽ തന്നെയാണ് പ്രതിഷേധക്കാർ. ഈ CBIയുടെ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് എന്നുള്ളത് അപർണ വിശദീകരിച്ചു കഴിഞ്ഞു. പക്ഷേ അവിടെ ആ സമയത്ത് ആശുപത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരെ മുഴുവൻ ചോദ്യം ചെയ്യാൻ CBI നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. ഈ നടപടിക്രമങ്ങളൊക്കെ ഏത് രീതിയിലാണ്? പ്രതിഷേധം ഇപ്പോൾ അവിടെയുണ്ടോ? സമരപ്പന്തലിലൊക്കെ നിരവധി പേരെ അവിടെ നമ്മൾ കണ്ടിരുന്നതാണ്. അവരൊക്കെ അവിടെ തന്നെയുണ്ടോ? ഈ നിരോധനാജ്ഞ നടപ്പാക്കുന്നുണ്ടോ പോലീസ്? നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് 7 ദിവസത്തേക്ക്. ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ പരിസരത്താകെ 7 ദിവസം കാര്യമായി ഒത്തുകൂടാനോ പ്രതിഷേധങ്ങളോ റാലിയോ സമരമോ പാടില്ല എന്ന നിയന്ത്രണമാണ് പോലീസ് നൽകുന്നത്. ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ സമരപ്പന്തൽ സജീവമല്ല എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ നിലയിൽ കുറച്ച് ആളുകൾ, വിദ്യാർത്ഥികൾ കൂട്ടമായി ഇവിടേക്ക് എത്തുന്നു, അവർ പിരിഞ്ഞു പോകുന്നു എന്ന നിലയിലാണ് നിലവിൽ സമരം ഇവിടെ തുടരുന്നത്. കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധം, ഇതിനുള്ളിലും മെഴുകുതിരി കത്തിച്ചുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. അതിന് പിന്നാലെ
കൊൽക്കത്തയുടെ പല മേഖലകളിൽ റോഡിൽ കുത്തിയിരുന്ന് റോഡ് ഉപരോധിച്ച് മുദ്രാവാക്യങ്ങൾ മുഴക്കി ഗതാഗതം തന്നെ തടസ്സപ്പെടുന്ന രൂപത്തിൽ മണിക്കൂറുകളോളം പ്രതിഷേധിച്ചിരുന്നു. ഈ ഡോക്ടേഴ്സും ഒപ്പം നാട്ടുകാരും ചേർന്നുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഏതായാലും അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിയന്ത്രണത്തോട് പക്ഷേ സഹകരിക്കില്ല എന്ന ഒരു അഭിപ്രായം പറയുന്നുണ്ട്. ബംഗാൾ ഗവൺമെന്റ് ആൻഡ് ദ അതോറിറ്റീസ് പുട്ടിംഗ് ഇൻ restriction on protest. What do you think? This is what government do all the time. Whenever people come to protest, they always try to marginalize us, that we belong to some camp or some group. They don't consider us that it is a public protest, so this is a political process. All the time state government does the similar way. We want justice, we want protest. We are completely apolitical this time. We are not holding any kind of party flag or something like that. We want what happened here. We just want that this shouldn't be repeated to any other person in state or in India. Will the strike continue? Yes, obviously the strike will continue till in government take any step for our protection and the justice served. The strike will continue for sure. ഈ നിലയിൽ തന്നെയാണ്. തങ്ങൾക്ക് രാഷ്ട്രീയപരമായ ഒരു ചായവുമില്ല. രാഷ്ട്രീയത്തിന്റെ കൊടിയോ പതാകയോ പേരോ തങ്ങൾക്കില്ല. തങ്ങൾ നീതിക്ക് വേണ്ടിയാണ് പോരാടുന്നത് എന്നാണ് സമരക്കാർ പറയുന്നത്. അവർ ബോർഡുകളൊക്കെ ഇവിടെ പതിപ്പിക്കുന്ന പ്ലക്കാർഡുകൾ തയ്യാറാക്കുകയാണ്. ഏതായാലും പ്രതിഷേധം തുടരും എന്നതിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിഷേധത്തിന്റെ നിർണായകമായ ഒരു ഘട്ടം കൂടിയാണിത്. എത്രയും വേഗം പ്രതിയിലേക്ക് എത്തുക എന്നത് CBIക്ക് മേലും ഒരു സമ്മർദ്ദമായി നിലനിൽക്കുന്നു. ഒരാഴ്ച പിന്നിട്ട് രണ്ടാഴ്ചയിലേക്ക് കടക്കുകയാണ്. ഇപ്പോഴും ഒരു കൃത്യമായൊരു നിഗമനത്തിലേക്ക് CBIക്ക് പോലും എത്താൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. മറ്റൊന്ന്, ഇവിടെ കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 14 തെളിവ് നശിപ്പിക്കാനെന്ന വണ്ണം വലിയൊരു ആൾക്കൂട്ടമെത്തി. 7000-ഓളം പേരെത്തി ഇവിടെ തെളിവ് നശിപ്പിക്കാനെന്ന വണ്ണം ഇതിനകത്തേക്ക് കയറുകയും മെഡിക്കൽ കോളേജിനുള്ളിലെ എമർജൻസി വിഭാഗത്തിലെ സാധന സാമഗ്രികൾ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ 30 പേരെ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്, കൊൽക്കത്ത പോലീസ് അറിയിക്കുന്നത്. ഇതിൽ 2 തൃണമൂൽ പ്രവർത്തകരുമുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണാം. ജസ്റ്റിസ് ഫോർ അഭയ എന്നെഴുതിയിരിക്കുന്ന രക്തകറകൾ പ്രതീകാത്മകമായി ചാലിച്ചിരിക്കുന്ന വസ്ത്രങ്ങളാണ്. അഭയയുടെ പ്രതീകാത്മകമായ ചിത്രം വെച്ച് മെഴുകുതിരി കത്തിച്ച് കഴിഞ്ഞ ദിവസം പ്രതിഷേധമുണ്ടായിരുന്നു. പ്രതിഷേധം തുടരുമെന്ന് അറിയിക്കുമ്പോഴും ഈ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ സമരപ്പന്തൽ അത്ര കണ്ട് സജീവമല്ല എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് പറയാൻ കഴിയുന്നത്. വൈകുന്നേരമാകുന്നതോടെ, രാത്രിയോടെയാണ് കൂടുതൽ പ്രതിഷേധവും സമരവും ആയി കൂടുതൽ ആളുകൾ രംഗത്ത് വരിക. റോഡിലേക്കും കൂടുതൽ സ്ഥലങ്ങളിലേക്കും ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. ഇന്നിനി എന്താകും അക്കാര്യത്തിൽ ഉണ്ടാവുക എന്നതാണ് ഇനി അറിയേണ്ടത്. സമരം വീണ്ടും തുടരാനാകുമോ ആ നിലയിൽ എന്നതിൽ സംശയമുണ്ട് ഇപ്പോഴും. വിനീത. ശരി, ഏതായാലും മുൻ പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. CBI സമരം തുടരുമെന്ന് തന്നെയാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. കൊൽക്കത്തയിലെ RG കർ ആശുപത്രിയിൽ ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോട് തുടരുന്നുണ്ട്. തത്സമയ അപ്ഡേറ്റുകൾ ആദിൽ നൽകുകയും